ഇതുപോലത്തെ സ്മാഷ് കട്ട് എഫക്റ്റ് എങ്ങനെ പ്രീമിയർ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡേ 17 ഓഫ് 50 ഡേയ്സ് വീഡിയോ എഡിറ്റിംഗ് ചലഞ്ച്. സ്മാഷ് കട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് 3 ക്ലിപ്സ് വേണം. അതായത് ഫസ്റ്റ് ഒരു ക്ലിപ്പ്, അതിനുശേഷം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പോർഷൻ, അതിനുശേഷം പെട്ടെന്ന് സഡനായിട്ട് വേറൊരു ക്ലിപ്പിലേക്ക് മാറുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ക്ലിപ്സും എഫക്ട്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പാണിത്. ഈ ക്ലിപ്പ് ഞാൻ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അതുപോലെ തന്നെ ഇനി ബ്ലാങ്ക് ആയിട്ടുള്ള പൊസിഷൻ വേണം, ഫുൾ ബ്ലാക്ക്, അതും ഞാൻ ടൈം ലൈനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് വേണ്ടത് അടുത്തത് ഇപ്പോൾ ഈ സീനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സഡനായിട്ട് വേക്കപ്പ് ആവുന്ന ഒരു സീനാണ് അടുത്തത്. അപ്പോൾ ആ സീനും ഇതിലേക്ക് കൊടുത്തിട്ട് ക്ലിപ്പും ഡ്രാഗ് ചെയ്തിടാം. അതിനുശേഷം ഫസ്റ്റത്തെ ക്ലിപ്പിന് എഫക്ട്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് രീതിയിലാണ് എഫക്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സൗണ്ട് എഫക്റ്റ് ആണ്. അതായത് വല്ലാതെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സൗണ്ട്, ഒരു എഫക്ട്സ്. അതിനുശേഷം സഡനായിട്ട് വേക്കപ്പ് ആവുന്നൊരു സൗണ്ട് എഫക്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ക്ലിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്മാഷ് കട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിവ്യൂ കാണിക്കാം. സോ ഇതാണ് സ്മാഷ് കട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്.